എൻ യേശു എൻ സംഗീതം എൻ ബലമാകുന്നു. താൻ ജീവന്റെ കിരീടം എനിക്കു താരുന്നു. താൻ മോക്ഷത്തിൻ പ്രകാശം എത്ര മാധുര്യം. ആരുമ്പോൾ നല്ല ശ്വാസം യേശുവിൻ മാർവിടം. ആരുമ്പോൾ നല്ല ശ്വാസം യേശുവിൻ മാർവിടം. എൻ യേശു എൻ സംഗീതം എൻ ബലമാകുന്നു. താൻ നിത്യ സ്നേഹം കൊണ്ടു എന്നെ സ്നേഹിക്കുന്നു. താൻ തുടങ്ങിയ വേല എന്നിൽ നിവർത്തിക്കൂ. ഈ ഞാനും അവനോടുകൂടെ പ്രകാശിക്കൂ. ഈ ഞാനും അവനോട് കൂടെ പ്രകാശിക്കൂ. എൻ്റെ പേര് മാമൻ വർക്കി. എൻ്റെ സ്വദേശം തലവടി. എന്നാല് തലവടിയാണ് എടുത്തോന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല. തലവടിയുടെയും ഇടത്തോഴയും ബോർഡറാണ്. എൻ്റെ കുടുംബ പേര് മുക്കത്ത് കുന്നേലെന്നാണ്. പിതാവിൻ്റെ പേര് KM വർക്കി. ഞാൻ CSIയുടെ ആദ്യം CSIയുടെ സ്കൂളിലല്ല, ഗവൺമെന്റ് സ്കൂൾ, കൊച്ചൊരു സ്കൂളുണ്ട് ഞങ്ങളുടെ വേറൊരു വീടിനടുത്ത് തലവടിയിൽ. ആ വീട്ടിൽ ആയിരുന്നപ്പോഴ് അവിടെ ഒരു 4ാം ക്ലാസ് വരെ പഠിച്ചു. പിന്നെ 2 വർഷത്തോളം കുന്തിരിക്കൽ CSI സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെല്ലാം അതേ തലവടി ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. അതിനുശേഷം എടത്വ കോളേജുണ്ട്, സെന്റ് ലൂഷ്യസ്. പിന്നീട് ഞാൻ നേരെ ബെൽഗാം എന്ന സ്ഥലത്ത് JN മെഡിക്കൽ കോളേജിൽ പഠിക്കാനായിട്ട് പോയി. അതിൽ നിന്നാണ് ഞാൻ ഈ കർത്തൃ ശുശ്രൂഷ ഗവൺമെന്റ് സർവീസിലൊക്കെ ആയിരുന്നപ്പോഴേ, പിന്നെ കുവൈറ്റിലായിരുന്നു. എല്ലാം വളരെ ഷോർട്ട് പീരീഡിൽ ഓരോ സ്ഥലത്തേക്ക് മാറിപ്പോയി. ബെറ്റർമെന്റിന് കുവൈറ്റിൽ വെച്ചാണ് നിശ്ചയമായും ഈ ദൈവവേലയ്ക്ക് ഇറങ്ങിയേ പറ്റൂ എന്ന് ഉള്ള പഴയ കാഴ്ചപ്പാട്. പഴയ യൂത്തിന്റെ സ്നേഹിതരെല്ലാം നിർബന്ധിച്ചു. പ്രത്യേകിച്ച് ഏബ്രഹാം വർക്കിയച്ചൻ വളരെ നിർബന്ധിച്ചു. അങ്ങനെ കണ്ണമ്മൂല സെമിനാരിയിലും പിന്നെ UBS പൂനെയിലും കഴിഞ്ഞിട്ട് വെല്ലൂർ മെഡിക്കൽ കോളേജിലെ ചാപ്ലിൻ കോഴ്സ്, അങ്ങനെ കൗൺസിലിങ് എല്ലാം പഠിച്ച് അത്രയും. ഞാൻ പിന്നെ ഓഡൈൻ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയിലാണ്, ബോംബെ ഡയസിസിൽ. എന്തെങ്കിലും ഞാൻ എൻ്റെ എല്ലാം മലയാളം കോൺഗ്രിഗേഷനിലായിരുന്നു അപ്പോയിൻമെന്റ്. മലയാളികളുമായിട്ടുള്ള സഹകരണം മാത്രമേ എനിക്കുള്ളൂ. മലയാളം പള്ളി പരയിലും ചെമ്പൂരും, അവിടെ 7 പള്ളിയുണ്ട്. 7 പള്ളിയിലും മാറിയും കയറിയൊക്കെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. കല്യാണിലായിരുന്നു കൂടുതൽ സമയവും. പിന്നീട് ഉള്ള കാലങ്ങളൊക്കെ വെല്ലൂർ മെഡിക്കൽ കോളേജിലെ ചാപ്പലിനായിട്ട് വർക്ക് ചെയ്തു. വെല്ലൂരിൽ നിന്ന് 60ാമത്തെ വയസ്സ് റിട്ടയർഡായി. കുറച്ചുനാൾ വീണ്ടും ബോംബെ വന്നു. കൊളബ എന്ന് പറയുന്ന സ്ഥലത്ത്
താമസിച്ച് CNIയുടെ യൂത്ത് മലയാളത്തിന്റെ ചാർജ് ഏറ്റെടുത്ത എല്ലാ പള്ളികളും ഒരു വയസ്സായിട്ട് ഇങ്ങനെ എല്ലാ പള്ളികളിലും പോകുമായിരുന്നു. അവിടെ നിന്നാണ് അമേരിക്ക കാലിഫോർണിയയിൽ വന്നു. അവിടെയും ആംഗ്ലിക്കൻ ചർച്ചിലെ ഓർഡിനേഷനും കാര്യങ്ങളും കുറച്ച് കോഴ്സുകളൊക്കെ അവിടെയും ചെയ്തു. സന്ദർഭവശാല് ഹൂസ്റ്റണിൽ വന്നു. ഹൂസ്റ്റണിൽ വന്ന കുറച്ചു കാലം സെന്റ് പീറ്റേഴ്സ് സഭയിലെ മലയാളം കോൺഗ്രിഗേഷനിലായിരുന്നു. അതിനുശേഷം അവിടെ റോയ് അച്ഛൻ്റെ ആംഗ്ലിക്കൻ ഗ്രൂപ്പിൽ 2 വർഷം പോയി. അവിടെയും സർട്ടിഫിക്കറ്റൊക്കെ ഓർഡിൻ പാസ്റ്ററുടെ ലൈസൻസൊക്കെ കിട്ടി. സന്ദർഭവശാൽ അവിടെ നിൽക്കാനായിട്ട് പറ്റിയില്ല. വീണ്ടും നമ്മുടെ മാതൃസഭയിലേക്ക് മടങ്ങിപ്പോകാൻ ഞങ്ങളത് തീരുമാനിച്ചു. ഇപ്പം സെന്റ് തോമസ് CSI ഹൂസ്റ്റൺ പള്ളിയിലാണ്. അപ്പോഴത്തേക്കൊരു വാർദ്ധക്യത്തിൻ്റെയും രോഗത്തിൻ്റെയും ക്ഷീണം, നേരത്തെ വാർദ്ധക്യത്തിൽ കാരണം രോഗം എന്നെ കാര്യമായി പിടിച്ചു. എങ്കിലും ഇപ്പോഴ് ദൈവം എന്നെ വളരെ അത്ഭുതകരമായി നടത്തുന്നു. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 5-6 മാസമായിട്ട് ഭവനത്തിലുള്ളവരാരും ഉറങ്ങിയിട്ടില്ല. ഓരോ നിമിഷവും എനിക്ക് വേണ്ടി ബന്ധപ്പെടുകയായിരുന്നു. അത് അത്രമാത്രം ക്ഷീണമുണ്ടായിരുന്നു. 3rd സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞ് എന്ത് സ്റ്റേജായാലും എന്ത് ചെയ്യാനാ. അത് ഇവിടെയുള്ള നല്ല മെമ്മോറിയൽ ഹോസ്പിറ്റൽ മെത്തഡിസ്റ്റിലായിരുന്നു ട്രീറ്റ്മെൻ്റൊക്കെ. വളരെ സഹകരണ ഹോസ്പിറ്റലിൽ നിന്ന് ലഭിച്ചു. എല്ലാം എളുപ്പമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് റേഡിയേഷനും ഇപ്പോഴേ കീമോ ചെയ്യുന്നത് അതിൻ്റെ ഒരു യൂണിറ്റിൽ തന്നെയാണ്. അങ്ങനെ ഇതുവരെ ശുഭമായി നടത്തി. അവൻ ഇനിമേലും നടത്തും. ഇതാണ് എൻ്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി. ഇപ്പോഴത്തെ മെഡിസിനൊക്കെ എടുക്കുന്നതുകൊണ്ട് ഇച്ചിരി ഓർമ്മയുടെ ഒരു ആനുകൂല്യമുണ്ട്. അതൊന്നും ഒരു കാര്യമല്ല. ഞാൻ എൻ്റെ മാതൃഗൃഹത്തിലാണ് ജനിച്ചത്. അതൊരു ഓർത്തഡോക്സുകാരാണ്. പൊടിയാടി ാണ് അത്. അതുകൊണ്ട് ഓർത്തഡോക്സ് പാരമ്പര്യം ഒരല്പം തലയിൽ കയറിയായിരുന്നു. കുട്ടിക്കാലത്ത് കൂടുതൽ സമയം അമ്മ വീടുമായിട്ടൊക്കെ സഹകരിച്ച് എങ്ങനെയും അവിടുത്തെ പള്ളിയിലൊക്കെ പോകാനും. പിന്നീടാണ് നമ്മുടെ CSI സഭ തലവടിയിലോട്ട് കൂടുതൽ കുട്ടിക്കാലത്ത് അമ്മ വീട്ടിലൊക്കെ നിൽക്കാനായിരുന്നു താല്പര്യം. അത് കഴിഞ്ഞ് തലവടിയിലായിരുന്നു. അവിടെ ഒരു വലിയ വീടാണ്. 5-6 സഹോദരന്മാർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു വീട്. അവിടെ സഹോദരങ്ങൾ ഞങ്ങൾ ഒത്തിരി പേരുണ്ട്. ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് ഞങ്ങൾ ആ ഏരിയയിൽ ഒറ്റ ക്രിസ്തീയ ഭവനമേ ഉള്ളൂ. അമ്പയാറിൻ്റെ അടുത്ത് മുരിക്കോലുമുട്ടെന്ന് പറയുന്നിടത്തുനിന്ന് തലവടി ഹൈസ്കൂളിൻ്റെ അവിടെയും അതിനും കുറച്ച് മുന്നോട്ട് പോകുന്ന ഒരു 3-2.5 കിലോമീറ്ററിനകത്ത് രണ്ടാമത്തെ വീട് വരത്തുള്ളൂ. ബാക്കിയെല്ലാം ഹിന്ദു സഹോദരങ്ങളാണ്. ബ്രാഹ്മിൺസും നായേഴ്സും മാത്രം തിങ്ങിപ്പാർക്കുന്ന ഒരിടത്താണ് എൻ്റെ കുട്ടിക്കാലം ഉണ്ടായിരുന്നത്. പിന്നെ എൻ്റെ മാതൃയുടെ കുന്തിരിക്കൽ എൻ്റെ ഓൺ ഹൗസ് പിന്നീട് അവിടോട്ട് ഞങ്ങൾ മാറി.
ഞങ്ങൾക്ക് അവിടെയൊക്കെ കൃഷിഭൂമിയും കാര്യങ്ങളും ഒക്കെയാണ് കുറച്ചുണ്ട്. അങ്ങനെയൊക്കെ അതിൻ്റെയൊക്കെ പുറകെയൊക്കെ നടക്കുന്നതാണ് കുട്ടിക്കാലം. പിന്നെ പിതാവിന് ആദ്യം കായംകുളം കൂപ്പ് പിടിച്ച് തടിക്കച്ചവടമായിരുന്നു. അങ്ങനെ ആ ഒരു പൈസയുടെ ഹുങ്കൊക്കെ കുട്ടിക്കാലത്ത് ഇല്ലാതില്ല. പിന്നെ എല്ലാത്തിനും മുമ്പിലുണ്ടായിരുന്നു. കാര്യങ്ങൾക്കൊക്കെ ഒരു ലീഡർഷിപ്പ് എടുക്കാൻ പറ്റും. ഹൈസ്കൂളിലാണെങ്കിലും സ്കൂൾ ലീഡറൊക്കെ ആകും. അന്ന് ഈ സമരമോ കാര്യങ്ങളോ ഗവൺമെന്റ് അങ്ങനെയില്ല, ഒന്നുമില്ല. അവിടെ സ്കൂളിൽ ആരെങ്കിലും ഒരാളെ തിരഞ്ഞെടുക്കും, രണ്ടുപേരെ എടുക്കും. അത്ര വലിയ പുള്ളികളൊന്നും അല്ല. അങ്ങനെ എലക്ഷനിലൂടെയൊന്നും അല്ല, വെറും സെലക്ഷൻ, ഇത്രയേ ഉള്ളൂ. അങ്ങനെയൊക്കെ കുറച്ച് പാഠവയുണ്ട്. നമ്മുടെ സഭാപരമായിട്ട് പറഞ്ഞാൽ സൺഡേ സ്കൂള്, യൂത്ത് കൊയർ ഒക്കെ എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെ സ്കൂളിൽ നിന്ന് മാത്രമല്ല, യൂത്താണ് എന്നെ പ്രസംഗിക്കാൻ പഠിപ്പിച്ചത്. ദുഃഖത്തോട് പറയട്ടെ, അന്ന് ഞങ്ങൾ പറയുന്ന ഔട്ട് സ്റ്റേഷനുകളിൽ ഉപദേശിയായിട്ടൊക്കെ പ്രസംഗിക്കാനും ആരാധനയെടുക്കാനും ഒക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ. വേണമെങ്കിൽ പറയാം, നമ്മുടെ മോഡറേറ്റർ തോമസ് കെ ഉമ്മനെ, ഞാൻ, ഡേവിഡ് ജോൺ, കുര്യൻ വർഗീസ്, ഞങ്ങളെല്ലാവരും ഓരോ സഭകളിൽ ഇങ്ങനെ മാറി മാറി പോകുകയും സഭയ്ക്കൊരു എന്തുവാ സെൽഫ് സർവീസ് ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിരിഞ്ഞു പോയത്. യൂത്തിലാണെങ്കിലും വളരെ സജീവമായിരുന്നു. ഒത്തിരി കോൺഫറൻസുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോൺഫറൻസുകളിൽ പലയിടത്ത് പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ സഭയുമായിട്ടൊരു വലിയ താല്പര്യം യൗവനകാലത്ത് തന്നെ ഉണ്ടായിരുന്നു. അന്നേ താല്പര്യമുണ്ട്. ക്രിസ്തീയ വേലയിലെ ക്രിസ്തീയ വേലയാണ് എൻ്റെ പരമവിളി എന്നുള്ളത് എനിക്ക് കുട്ടിക്കാലത്ത് തന്നെ അറിയാമായിരുന്നു. പിന്നെ വീട്ടിലങ്ങനെ പണ്ട് കാലത്ത് ഇങ്ങനെ നേരുമല്ലോ, ഞാൻ പറഞ്ഞല്ലോ, ഓർത്തഡോക്സ് ആ ഒരു പശ്ചാത്തലം. അപ്പം അവരൊക്കെ ഇങ്ങനെ എന്നെ ഒരു ദൈവീയ ശുശ്രൂഷകനാക്കാമെന്ന് അന്ന് പറഞ്ഞത്. അതോർത്തപ്പെടാൻ ഞാനൊരു കാര്യം പറയാൻ ശ്രമിച്ചു. പല ജോലിക്കും പല കോഴ്സുകളും ഒക്കെ ഞാൻ ചെയ്തു. എല്ലാം വാസ്തവത്തിൽ പണനഷ്ടവും വർഷനഷ്ടവും ഒക്കെ ഉണ്ടായുള്ളൂ. വാസ്തവത്തിൽ എനിക്കും സന്തോഷമില്ല. ചെല്ലുന്നിടത്ത് എന്തോ കാരണവശാലൊക്കെ വിട്ടങ്ങ് പോരും. കഴിവുകേട് കൊണ്ടോ ഒന്നുമല്ല. പിന്നീട് ആ ദൈവവിളിയുടെ പരമവിളി എന്ന് പറയുന്നത് വളരെ ലക്ഷ്യബോധം ഉള്ളതാണ്. അത് ദൈവം കൈവിടത്തന്നെ ഇങ്ങനെ പുറകെ നിന്ന്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഞാനെപ്പോഴും മറ്റു വലിയ പ്രവാചകന്മാരെയോ വലിയ ന്യൂ ടെസ്റ്റ്മെന്റിലെ ആരെയല്ല, യോനയെ കുറിച്ച് അറിയുന്നത് പോലെ എൻ്റെ ചിന്തയൊക്കെ വരുന്നത്, എത്ര ഓടി മാറിയാലും കർത്താവ് എന്നെ വിട്ടില്ല. അതിന് കാരണം ഞാന് ബെൽഗാമിലാണ് ഒരു 19 വയസ്സ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കേരളത്തിൽ നിന്നേ പോയി. അപ്പൊ രാഷ്ട്രീയമായ ഒരു ജ്വരം പിടിച്ചു. അത് എൻ്റെ വീട്ടിലൊട്ടും ഇഷ്ടമല്ല, ഞങ്ങളുടെ കുടുംബത്തിലൊന്നും അതൊന്നും ഇഷ്ടമൊന്നുമല്ല. അതുകൊണ്ട് എനിക്കതിൽ നിൽക്കാൻ പറ്റിയില്ല. അങ്ങനെ അതിൽ നേതാവൊന്നും കളിക്കേണ്ടെന്ന് പറഞ്ഞ എനിക്ക് അവിടുന്ന് പോകേണ്ടി വന്നു. ഞാൻ അവിടെ പോയി ജെ.എൻ. മെഡിക്കൽ കോളേജിൽ ഫാർമസി അന്നുണ്ടായിരുന്ന അവിടെ പോയി ചേർന്നു. അങ്ങനെ ഒരു 3-ാം വർഷം അന്ന് ഇന്ദിരാഗാന്ധിയുടെ എമർജൻസി ഉള്ള സമയമായിരുന്നു.
അന്നൊരു ദിവസം മെയ് മാസത്തില് മടങ്ങി പോരാനുള്ള സമയമായി, വെക്കേഷൻ സമയം. അപ്പം മെഡിക്കോസ് എല്ലാം കൂടി ട്രെയിനിൽ ഒരു മേളമാണ് ഇങ്ങോട്ട് വരും, ബാംഗ്ലൂരിലോട്ട് പോകുമ്പോൾ. അവിടെ ഗോവയിനേക്കാളൊക്കെ കിട്ടും. അങ്ങനെയൊക്കെ ഞാൻ അന്ന് അതിനകത്തൊന്നുമില്ല. ഒരു പ്രെയർ ഗ്രൂപ്പൊക്കെ അവിടെ നടത്തുകയും ഞങ്ങൾ കുറച്ചു പേര് അങ്ങനെ സജീവമായിട്ട് അങ്ങനെ മാറി നിൽക്കും, അങ്ങനെ പ്രയറും ഒക്കെ ആയിട്ട് അവിടെ ജീവിക്കായിരുന്നു. അങ്ങനെ കുഞ്ഞു സുവിശേഷയിലേക്ക് ഇതിനോടുകൂടെ ചേർന്നൊക്കെ ചെയ്യാവുന്നതൊക്കെ മറ്റുള്ളവരോടൊക്കെ പറയുകയൊക്കെ അങ്ങനെ സാക്ഷ്യത്തോടുകൂടി ജീവിക്കാനായിട്ട് സാധിച്ചു. അവരുടെ ഈ ബൽഗാമിൽ ആ കാലത്ത് പഠിച്ച എല്ലാവരും മിക്കവാറും ഡോക്ടർമാരൊക്കെ ചിലരൊക്കെ കാലത്തിനപ്പുറത്ത് പോയി. എല്ലാവരും ഒത്തിരി പേര് മാറിപ്പോയി. ദൈവം എന്നെയും നിലനിർത്തിയിരിക്കുന്നു എന്ന് പറയാം. പിന്നെ പല സ്നേഹിതരും ആ കാലത്തുള്ളവർ ഉണ്ട്. പിന്നെ ജോലിക്ക് അന്നൊന്നും ജോലിക്ക് പാടില്ല. ഫാർമസി കോഴ്സ് പഠിച്ച് കുറച്ചാൾ ബോംബെയിലെ റെപ്രസെൻറ്റേറ്റീവിൻ്റെ വേഷം അണിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നീട് പരിമല കുറച്ച് നാൾ ഉണ്ടായിരുന്നു. അതെല്ലാം വിട്ടു. പിന്നെ റാഞ്ചി HEC എന്ന് പറയുന്ന ഗവൺമെന്റ് സർവീസ്, അവിടെ കയറി. അങ്ങനെ എങ്ങും നിൽക്കത്തില്ല. 2 വർഷം കഴിയുമ്പോൾ ബെറ്റർമെന്റ് എവിടെ കിട്ടുമോ 10 രൂപ കൂടുതൽ കിട്ടുമോ വാശിയാണ്. അവിടുന്ന് ബിലായി സ്റ്റീൽ പ്ലാന്റില്ല, അവിടുത്തെ ഫാർമസി സ്റ്റോർ കീപ്പറായിട്ട് കയറി. അങ്ങനെ നല്ല ഇതായിട്ടൊക്കെ ജീവിതം നയിക്കുകയായിരുന്നു. അവിടുന്നാണ് കുവൈറ്റിന് പോകുന്നത്. എന്നെ വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഭാര്യയായിരുന്നു. ഇങ്ങനെ ദൈവവേലയ്ക്ക് പൊക്കോളാൻ ഉള്ള ഒരു പൂർണ്ണ സപ്പോർട്ട് ചെയ്യുന്ന ആൾ. അതിനെ എന്നെ ഏറ്റവും കൂടുതൽ നിർബന്ധിച്ചത് കുവൈറ്റിലെ പഴയ സ്നേഹിതരാണ്. അതിനകത്ത് തോമസ് കെയും എൻ്റെ സഹോദരനുണ്ട്. പിന്നെ ഒരു അച്ഛനാകാൻ ആഗ്രഹിച്ച് സാധിക്കാത്ത മോനിച്ചായനുണ്ട്. അതിലൊക്കെ ഉപരിയായിട്ട് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ വയ്യാത്ത എബ്രഹാം വർക്കിയച്ഛൻ. 2-3 കൺവെൻഷനിൽ കണ്ടക്ട് ഒക്കെ ചെയ്ത്. അപ്പം CSIക്ക് അന്ന് അവിടെ കൺവെൻഷൻ ഒരിക്കൽ പോലും നടത്തിയിട്ടില്ല. മർത്തോമ്മയിൽ വരുന്ന അച്ഛന്മാരെ നമ്മളൊരു പേരിനെ വിളിച്ചൊരു കൺവെൻഷൻ നടത്തിയുള്ളൂ. ഞാൻ പറഞ്ഞു, അച്ഛാ അത് പറ്റത്തില്ല, നമുക്ക് ഇത്രയും പൈസയുള്ള പള്ളിയാണ്, നമുക്ക് തന്നെ ഒരു കൺവെൻഷൻ. ഞാൻ ഓർക്കുന്നുണ്ട് ആദ്യത്തെ കൺവെൻഷൻ സ്പീക്കർ ആരായിരുന്നെന്ന്. അത് ഞാനിപ്പം വെളിപ്പെടുത്തുന്നില്ല. അങ്ങനെ അവിടെ കൺവെൻഷൻ തുടങ്ങി. അവിടെയും സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചു. ഞാൻ പറയാൻ മറന്നുപോയതാണ്, ഞാൻ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചവരെല്ലാവരും ഇന്ന് ഞാനത് ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ആരും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ചിലരൊക്കെ അച്ഛന്മാരെ അങ്ങനെ ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിലെത്തി. അവിടുന്ന് റാഞ്ചി പോയി. റാഞ്ചി 2 വർഷം ജോലി ചെയ്യുന്നെങ്കിലും കൂടുതൽ സമയം സുവിശേഷ വേലയായിരുന്നു. അന്ന് എനിക്ക് PM ജോർജ്, ഇന്ന് അദ്ദേഹം പെന്തക്കോസ്തിലെ ഒരു സീനിയർ പാസ്റ്ററാണ്, റിട്ടയർഡ് പ്രായമായി. പിന്നെ ഒരു രാജൻ ഓർത്തഡോക്സുകാരനായിരുന്നു. അദ്ദേഹം പിന്നീട് പെന്തക്കോസ്തിൽ പോയി. ഞങ്ങൾ 3 പേരും കൂടെ സുവിശേഷ വേല നടത്തി. അന്ന് തോട്ടുകടയിൽ എന്ന് പറയുന്ന ഈ കുഞ്ഞപ്പിയുദേശിയുടെ വീട്ടിലെ സഹോദരപുത്രന്റെ വീട്ടിലാണ് ഞാൻ റാഞ്ചി താമസിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഈ സുവിശേഷത്തിന്റെ 4 പ്രതികൾ ഹിന്ദിയിലുള്ളത് ഞങ്ങൾ ഇങ്ങനെ കളക്ട് ചെയ്ത് ഒരു മുറി നിറച്ചതായിരുന്നു. ഈ വീട്ടിൽ എപ്പോഴും വഴക്ക് പറയും, ഇത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ എന്ന് അച്ഛൻ പറയുമായിരുന്നെങ്കിലും സുവിശേഷ വേലയോട് വളരെ താല്പര്യമുള്ള കുടുംബം ആണല്ലോ. അവർ ഞങ്ങളെ സഹായിക്കും. ഞങ്ങൾ രാത്രി ഒരു വൈകിട്ട് ഞങ്ങളുടെ ജോലി കഴിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾ കുട്ടി, ചായ് പാസ, തോർപ്പ
ഇങ്ങനെ വില്ലേജുകളിലേക്ക് സുവിശേഷ പ്രതിയായിട്ട് പോകും. ഞായറാഴ്ച പള്ളിയിൽ പോകുന്നതിന് മുമ്പേ അവിടെ റാഞ്ചി മെയിൻ റെയിൽവേ സ്റ്റേഷനുണ്ട്. അവിടെ ഞാൻ മാത്രമേ അവിടെ പോകത്തുള്ളൂ. എല്ലാവർക്കും പേടിയാ. മറ്റു രണ്ടുപേരും അങ്ങനെ ധൈര്യപ്പെടുന്നവരല്ല. ഞാനൊരു റെക്ലെസ് നേച്ചറായിരുന്നു, പിന്നെ ഇമോഷണലുവാ. ഞാൻ ധൈര്യമായിട്ടങ്ങ് പോകും. ഇവിടെ പഞ്ചാബ് മെയിൽ വരുമ്പോൾ രാവിലെ കൊണ്ടുപോയി എല്ലാം കൊടുക്കാവുന്നവർക്കൊക്കെ ഈ 4 പ്രതികളിൽ ഓരോന്ന് കൊടുക്കും. അത്രയൊക്കെ കഴിവുള്ളൂ. പിന്നെ വില്ലേജുകളിലൊക്കെ പോയി ഞങ്ങൾക്ക് അറിയാവുന്ന ഹിന്ദിയിലൊക്കെ സംസാരിക്കും. അന്ന് ഞങ്ങൾക്ക് പാടാൻ കഴിവുണ്ട്. അങ്ങനെ 2 വർഷം അവിടെ നിന്നു. അതെൻ്റെ ജീവിതത്തിലെ വലിയൊരു സ്വാധീനം, എന്നെ ഒത്തിരി സ്വാധീനം ചെലുത്തി. അങ്ങനെ സുവിശേഷയിൽ വലിയ താല്പര്യമൊക്കെ എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഈ സഭയിലെ പ്രശ്നങ്ങൾ ചിന്തിക്കുമ്പോൾ സഭയിലോട്ട് തോമസ് കെ ഉമ്മനാണെങ്കിൽ എന്ന് പഠിക്കാൻ പോയി കഴിഞ്ഞു സെമിനാരിയിൽ. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. നല്ല ഗവൺമെന്റ് സർവീസ്, അത്യാവശ്യം പൈസയൊക്കെ കിട്ടും, നന്നായിട്ട് ജീവിക്കാം, ദശാംശമൊക്കെ കൊടുത്താൽ മതി എന്ന് വിചാരിച്ചു. പിന്നീട് അവിടുന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബിലായിൽ പോയി. ബിലായിൽ ഒരു ചെറിയ ഗ്യാതറിങ് ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. എനിക്ക് മുൻപേ ഒരു ഗ്യാതറിങ് ഉണ്ടായിരുന്നു. അലക്സച്ചാൻ എന്ന് പറയും, ചെങ്ങന്നൂര്. ഇപ്പം സെന്റ് തോമസ്, ഞാൻ പോകുന്ന ഹൂസ്റ്റൺ പള്ളിയിൽ അവിടുത്തെ പുള്ളിയുടെ സഹോദരങ്ങളുടെ മക്കളൊക്കെ ഉണ്ട് ഇവിടെ. അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സ്, പുള്ളി ഒരു ഓഫീസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സ് ഇങ്ങനെ സർവീസ് ഉണ്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ. പിന്നെ അത് ഞങ്ങൾ സജീവമായി ചക്കാട്ടെ ചാക്കോ അച്ഛൻ എന്ന് പറയുന്ന അച്ഛൻ ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് വാർദ്ധക്യത്തിലെ മകൻ്റെ കൂടെ ബിലായി വന്ന് താമസിച്ചു. അങ്ങനെ അവിടെ ഒരു സഭയുടെ എല്ലാ ചുറ്റുപാടുമായപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ മോഡറേറ്റർക്ക് അങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടി. അപ്പോൾ ആ കാലമായപ്പോഴത്തേക്ക് ഞാൻ അവിടുന്ന് കുവൈറ്റിന് പോയി. കുവൈറ്റിൽ ചെന്നപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ തിരിവ് വന്ന് ഈ നമ്മുടെ എന്നെ പ്രോത്സാഹിപ്പിച്ചവരൊക്കെ ഇന്നെൻ്റെ ശത്രുക്കളാണോ മിത്രങ്ങളാണോ എന്ന് എനിക്ക് തന്നെ അറിയത്തില്ല, അവരുടെ ഇടപാടുകൾ കാണുമ്പോഴോ. പക്ഷെ വിളിച്ച ദൈവം വിശ്വസ്തനായതുകൊണ്ട് ഞാൻ ഉറച്ചിരിക്കുന്ന എന്നെ വളരെ നിർബന്ധിച്ച് പറഞ്ഞ് വിട്ടവരാണ്. ഒരു സംഭവം ഉണ്ടായി. 1974 വർഷങ്ങളിൽ, അത് എനിക്ക് കറക്റ്റ് ഡേറ്റ് ആ മാസം ഓർമ്മയുണ്ട്. മെയ് മാസം 13 രാത്രിയിൽ ട്രെയിൻ യാത്ര ചെയ്യുകയായിരുന്നു ബൽഗാമിൽ നിന്നും ബാംഗ്ലൂരിലേക്ക്. അന്ന് ഈ ടു ടയർ സമ്പ്രദായമുള്ള മീറ്റർ ഗേജ് ട്രെയിനായിരുന്നു അവിടെ ഉള്ളായിരുന്നു. മീറ്റർ ഗേജ് ട്രെയിനായിരുന്നു ഉണ്ടായിരുന്നത്. അത് 12 ഗ്രൂപ്പിൽ പോകണ്ടെന്ന് എൻ്റെ പ്രാർത്ഥനാ ലീഡർ തോമസ് ഊട്ടി എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു CA-കാരനാണ്. അല്ല, ഞങ്ങളെല്ലാവരും അവരവരുടെ പ്രൊഫഷനിൽ തിളങ്ങുന്നവരായിരുന്നു. ലീഡർ അച്ഛന പറഞ്ഞു 12 ഗ്രൂപ്പിൽ പോകണ്ടെന്ന് പറഞ്ഞു. എനിക്കത് വലിയ വിഷമായിരുന്നു. നമ്മുടെ കൂട്ടുകാരെല്ലാം പോകുന്ന അവിടെ വേറെ കൂടെ ബഹളം വെച്ച് ഒക്കെ പോകാം എന്നൊക്കെ വിചാരിച്ചു. പുള്ളി സമ്മതിച്ചില്ല. 13 ഇതിന് ടിക്കറ്റ് ഇടാം. അന്ന് ടിക്കറ്റ് ഇടാൻ വലിയ പാടാം. എന്നാലും 13 പോയി. അന്ന് രാത്രി അവിടെ അകത്തും ഉണ്ടായിരുന്നു, ഒത്തിരി പേരുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം പാട്ടും പാടി പ്രാർത്ഥിച്ചൊക്കെ കിടന്നു. ഈ സത്യം പറഞ്ഞാൽ ബോധമുണ്ട്. എനിക്ക് ഒരു 3-4 ഡോക്ടർമാരും പെൺപിള്ളേർക്കോ ഉള്ളൂ. ബാക്കി എല്ലാവരും അങ്ങ് ഈ ഗോവയുടെ കാറ്റടിച്ചവരായിരുന്നു. എല്ലാവരും കിടന്ന് നല്ല ഉറക്കമാണ്. രാത്രി 4 മണിയായപ്പോൾ ഈ ട്രെയിൻ സബോട്ടേജായി. കുറച്ച് ബോഗി അക്കരെ, കുറച്ച് പേര് ആ നദിയുടെ, വലിയ നദിയല്ല, ഒരു 3 ബോഗിയൊക്കെ വീഴാമെന്ന് അത്രയും വലിപ്പമേ ഉള്ളൂ. 3 ബോഗി നദിയിൽ, ബാക്കി മറുകരയിൽ. ഇങ്ങനെ 3 അത് ചിന്നിക്കിടന്നേ. ഈ സമയത്ത് ഞാൻ യോനിയെ പോലെ സുഖ ഉറക്കമായിരുന്നു. ഞാനിതൊന്നും അറിഞ്ഞില്ല. ഈ സമയത്ത്
എന്നോട് ഒരു പേഴ്സണാലിറ്റി, ദൈവം യേശു കർത്താവിൻ്റെ സാന്നിധ്യം പോലുള്ള ഒരു ശക്തി, മാറിൽ പങ്കച്ചു കെട്ടി എന്നൊക്കെ പറയുന്ന ഇങ്ങനെ പറയുന്ന വേദപുസ്തക ഭാഗമൊന്നും പറയുന്നില്ല. വളരെ ഒരു പേഴ്സണാലിറ്റി, സ്ത്രീയാണോ പുരുഷനാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ നല്ല മന്ദമായ മെലോഡിയസ് സൗണ്ട്. ഞാൻ എന്നോട് ചോദിക്കുകയാണ്, നീ ഈ സമയം മരിച്ചാൽ ഇവിടെ പോകും. അന്നേരം ഇത് എനിക്ക് വെളിപ്പെട്ടില്ലായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞു, ഞാൻ യേശോപ്പച്ചൻ്റെ അടുക്ക പോകുന്നു. രണ്ടാമത് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അല്പം ധൃതി കൂടുതലാണ്. ഞാൻ പറഞ്ഞു, ഞാനല്ലേ പറഞ്ഞു യേശോപ്പച്ചൻ്റെ അടുക്ക. മൂന്നാമതും ചോദിച്ചെന്ന് ഞാൻ വളരെ വിനയപ്പെട്ട് പറഞ്ഞു, ഞാൻ തീർച്ചയായിട്ടും യേശോപ്പച്ചൻ്റെ അടുക്ക. അപ്പോഴ് ഈ പറഞ്ഞ പേഴ്സണാലിറ്റിയുടെ കൈ നീട്ടി എന്നെ അങ്ങ് എടുത്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്കൊരു ഫെയിലിയർ ഉണ്ടായിട്ടില്ല. പിന്നെ യൗവനകാലത്ത് ഉണ്ടായിരുന്ന ഈ ഞങ്ങളെയൊക്കെ ഈ വിമോചനം തലേ കുറച്ചൊക്കെ ഒന്ന് കയറിയായിരുന്നു. അതിനകത്തുനിന്ന് ഈ ഒരു സംഭവം എന്നെ വളരെ മുന്നോട്ട് പ്രേരിപ്പിച്ചു. എന്നെങ്കിലും എനിക്ക് അച്ഛനാകുന്ന വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. കാര്യം ഈ അച്ഛന്മാരെയൊക്കെ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ എനിക്ക് അത്ര സന്തോഷമുള്ള കാര്യം. ഞാൻ അച്ഛന്മാരുടെ ബുദ്ധിമുട്ടും കാണുകയും എടുക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ വലിയ സ്നേഹം എന്നെ നിർബന്ധിച്ചു. കാര്യങ്ങളൊക്കെ നടന്നു. അവിടെയും ഒരു പ്രയാസമൊക്കെ വന്നു. എനിക്ക് ഒരു സ്ട്രോക്ക് വന്ന് ഒരു 3-4 വർഷം മെഡിക്കലി ഇത് ചെയ്യേണ്ടി വന്നു. വലിയ നല്ല ഒരു കാര്യമായ കയ്യും കാലും ഒക്കെ തളർന്ന് ഇപ്പൊ ഒരു വല്ലാത്തൊരവസ്ഥയൊക്കെ വന്നു. അപ്പം പിന്നീട് അത് ഒരു 5-6 വർഷം കൊണ്ട് ആയുർവേദ ട്രീറ്റ്മെന്റും ഇംഗ്ലീഷ് ട്രീറ്റ്മെന്റും ഒക്കെ ചെയ്ത് സുഖമായി. ഞാൻ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയിൽ ഓർഡിനേഷൻ എടുത്തു. വെല്ലൂരിൽ നിന്ന് റിട്ടയർഡായി ഇപ്പം ഹൂസ്റ്റണിൽ താമസിക്കും. വല വീശുക എന്നൊക്കെ പറയുന്നത് ഒരു അഭിമാനമുള്ള കാര്യമായിരുന്നു. പിന്നെ ഞാൻ ഈ പറയുന്ന കാലത്ത് തലവെടില് ആറിൻ്റെ അക്കരെ എടത്വ തിരുവല്ല റോഡുണ്ട്. അല്ലാതെ ഒരു റോഡോ ഒന്നും ഇക്കരയ്ക്കില്ല. ഈ എടത്വ കോളേജ് തുടങ്ങി ചക്കുളം എന്ന് പറയുന്ന സ്ഥലം വരെ ഞാൻ തകഴിയിലോട്ട് ഞങ്ങൾക്ക് മാർഗങ്ങളൊന്നുമില്ല, യാതൊരു മാർഗവുമില്ല. ഇക്കരെ ഒരു സൈക്കിള് പോലും എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിരിക്കുന്നത് നീലേറ്റുപുറത്തിന് അക്കരെ പോകണം. എൻ്റെ അമ്മ വീട്ടിൽ പോകുമ്പോൾ ഒരു ഇച്ചിരി ദൂരമേ ഉള്ളൂ. ഈ ദൂരം ഈ നീലേറ്റുപുറത്ത് നിന്ന് പൊടിയാടി എന്ന് പറയുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ പാല്യക്കര എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് അന്നൊരു ചെറിയ ബസ്സാ, വളരെ ചെറിയ ബസ്സാ. ബസ് കയറുന്നതിന് നല്ല വയസ്സ് അപ്പച്ചന്മാർക്ക് നമുക്ക് അവിടെ നടന്നു പോകാന്ന് പറയും. ഒരു ചായയൊക്കെ മേടിച്ചു തരും. ഈ പറയുന്ന പത്രാസൊന്നും ഞാൻ കണ്ടിട്ടില്ല എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ നാട്ടില്. ഈ പറയുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എനിക്കിപ്പോഴും അതിശയം, ആളുകളൊക്കെ അവരുടെ വലിയ ബാക്ക്ഗ്രൗണ്ടൊക്കെ പറയുന്നേക്കും. തലവെടിയിൽ അങ്ങനെ തലവെടി ഞങ്ങള് തെക്കേക്കരയെന്നോ പറയും. അവിടെ നരണവുമായിട്ട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. ഞങ്ങൾക്ക് യാതൊരു കാരണവശാലും ഒരു സൈക്കിള് പോലും കൊണ്ടുവരാൻ 6 മാസം മടകളാണ് ഇങ്ങനെ പാടത്തിന്റെ സൈഡുകളാ വീടുകള്. പിന്നെ ഭയങ്കര പുഞ്ചപ്പാടമാണ്. ഞങ്ങള് മീൻ പിടിക്കാൻ ബഹുമിടുക്കന്മാരായിരുന്നു. ഊത്ത വീശെന്നോ അല്ലെങ്കിൽ വല വീശെന്നോ അതിലൊക്കെ പ്രയാസമുള്ളത് വേനൽക്കാലത്ത് ഈ പുലിമുട്ടുകൾക്കൊക്കെ വീശുക. മുക്കവരി ചെയ്യുന്ന എല്ലാ പണിയും ഞങ്ങൾ ചെയ്യും.
വീശി മുങ്ങും, ആഴത്തിലൊക്കെ മുങ്ങിപ്പോയി വലിയ മീനെയൊക്കെ പിടിച്ചോണ്ടിട്ട്. അത് ഞങ്ങളുടെ ഒരു ഹോബിയായിരുന്നു. അതിനകത്ത് എനിക്ക് ആരുടെയും പേര് പറയുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും, ആരും അതിനകത്തൊന്നും പുറകിലല്ലായിരുന്നു, എല്ലാവരും. ഇപ്പോഴും ഞങ്ങളുടെ സ്നേഹിതരൊക്കെ പ്രായമായെങ്കിലും പ്രായമായവരൊക്കെ പിന്നെ കാര്യങ്ങളും ലോകമൊക്കെ മാറി. പിന്നെ ഞങ്ങളുടെ അവിടെ റോഡൊക്കെ ആയി. അതൊക്കെ ഞങ്ങളുടെ കോളേജ് പഠിത്ത കാലങ്ങളിലൊക്കെ അവിടെ റോഡൊക്കെ തകഴിയുന്ന, നമുക്കൊരു വാടയ്ക്കകം എന്ന് പറയുന്നൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ സൈഡിൽ കൂടെ വരണമെന്ന് ഞങ്ങളുടെ വലിയ ആഗ്രഹമായിരുന്നു. അത് വന്നു. അത് പുളുക്കി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ വളഞ്ഞവട്ടം എന്ന് പറയും. ആ സാധാരണ ആളുകൾ അതിനെ വളഞ്ഞവട്ടം എന്ന് പറയും, ഷുഗർ ഫാക്ടറിയുടെ അവിടെ. അത് ഞങ്ങളുടെ കാലത്തൊക്കെ അതിനൊക്കെ അല്പം രാഷ്ട്രീയമായിട്ടൊക്കെ ഒരല്പം ഗുണ്ടായുസമൊക്കെ കാണിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയൊരു ദോഷമുണ്ട്. അതൊക്കെ രാഷ്ട്രീയക്കാർക്കുമുള്ള പണിയാണെങ്കിലും ഞങ്ങളെല്ലാം അത് ഏറ്റെടുത്ത് അതൊക്കെ സാധിക്കാനുള്ള പിൽക്കാലത്ത് പിന്നെ ഗവൺമെന്റ് ആണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ വലിയ ഞങ്ങളുടെ കാലത്തുള്ളവർക്കൊരു വലിയ സന്തോഷം. ഞങ്ങളുടെ നാട്ടിലുള്ള മനുഷ്യർക്ക് ഇന്ന് വാഹനങ്ങളിൽ സഞ്ചരിക്കാം. ഇപ്പൊ എല്ലാം മാറിപ്പോയി. ഭയങ്കര മാറ്റം എന്ന് പറഞ്ഞാൽ അന്ന് കാലം തുടങ്ങി കുട്ടനാട് ഞാൻ കുറച്ച് കൃഷിയുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഫാദർ ഒരു പ്രായമായി കഴിഞ്ഞ് നാട്ടില് ഉണ്ടായിരുന്ന കൃഷികളൊക്കെ ഇങ്ങനെ നോക്കിയൊക്കെ നിൽക്കായിരുന്നു. അതിലുമൊക്കെ കുറച്ചൊക്കെ സഹകരിച്ചിട്ടുണ്ട് ഞാൻ, എന്നേ ഉള്ളൂ. എനിക്ക് വലിയ താല്പര്യമൊന്നും അല്ല, എനിക്കതിന് പറ്റിയിട്ടില്ല എന്നെ ജോയിൻ ചെയ്യാനായിട്ട്. കുറച്ചൊക്കെ വല്ല കുടുംബത്തിലെ എല്ലാം കൂടെ നോക്കുകയൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നതിന് കൂടെ ഉണ്ടായിരുന്നു, എന്നേ ഉള്ളൂ. ഞാൻ അങ്ങനെയായിരുന്നു എൻ്റെ ബാല്യകാലം. ഈ പലരും വെള്ളത്തിൽ വീണിട്ടുള്ളപ്പോൾ അവരെ മുങ്ങി സഹായിക്കുന്നത്, പ്രത്യേകിച്ച് എൻ്റെ ഫാദർ ആ നാട്ടിൽ കുറച്ച് ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ നമ്മുടെ കെ ജോർജ് അച്ഛൻ്റെ മോനെ രാജു ഏറ്റവും മനസ്സിലിരിക്കുന്ന ഒരു സംഭവമാണ്. ഞങ്ങൾ തലവടിയിലിരിക്കുമ്പം രാജു കയറ്റിപ്പെട്ടുപോയി. അപ്പം എൻ്റെ പിതാവ് അവിടെയുണ്ട്, ഞങ്ങളുടെ ഇങ്ങനെ ചെറിയുടെ ഓപ്പോസിറ്റായിരുന്നു. അപ്പം ഇത് കണ്ടു എല്ലാവരും ബോഡി ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ, ആരും ഇതിനകത്ത് ചാടുന്നില്ല. അപ്പൊ ഫാദർ ചാടി രാജുവിനെ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന്. എൻ്റെ ഫാദർ മരിച്ചപ്പോഴ് രാജു ആയിരുന്നു ഫുൾ ഡെക്കറേഷൻ മുഴുവനും ഡെഡ് ബോഡിയുടെ ഇതില് ചെയ്ത്. ഡോക്ടർ രാജു ചങ്ങനാശ്ശേരിയിൽ ഇപ്പോഴും ഉണ്ടെന്നാണ് എൻ്റെ വിചാരം. വലിയൊരു സംഭവമായിരുന്നു. അതുപോലെ നിങ്ങൾ ആരോടും പറഞ്ഞറിയാത്ത ഒത്തിരി സംഭവങ്ങളിലൊക്കെ ഞങ്ങൾക്ക് പലരെയും വെള്ളപ്പൊക്ക സമയത്തൊക്കെ ഞങ്ങൾ വള്ളത്തിൽ പോയിട്ട് ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി പിന്നെ സ്കൂളുകളിൽ വന്ന് താമസിക്കുന്നവർക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുക്കുന്ന അന്നത്തെ ഒരു സന്തോഷമായിരുന്നു ഞങ്ങൾക്കൊക്കെ. ആരോട് പിരിക്കാൻ ആരുടെയും അധികം പൈസയൊന്നുമില്ല. ഉള്ളത് ഈ കാർഷിക വിഭവങ്ങൾ അതൊക്കെ ഞങ്ങളുടെ വീടുകളിൽ നിന്നൊക്കെ തന്നെ ശേഖരിച്ച് പള്ളിയുടെ കിളന്ന സ്ഥലമുണ്ട്, അവിടെ ഇട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതിന് ഈ വെള്ളത്തിൽ സഹായിക്കുന്നതിനൊക്കെ ഞങ്ങൾ ഒത്തിരി ഞങ്ങളുടെ കാലത്ത് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വെള്ളത്തിലെ ഒത്തിരി കഥകൾ പറയാനുണ്ട്. പിന്നെ ഈ വള്ളംകളി നമ്മുടെ മോഡറേറ്റർ ഒട്ടും മോശമല്ലായിരുന്നു, വളരെ താല്പര്യമായിരുന്നു അദ്ദേഹത്തിന്. ഇനി ഞങ്ങൾക്ക് രണ്ടുപേർക്കുമേ ഉള്ളായിരുന്നു വള്ളംകളിയിൽ കൂടുതൽ താല്പര്യം. ഞങ്ങളുടെ കൂട്ടുകാരിൽ ബാക്കി ആർക്കും അത്രയും താല്പര്യമില്ലായിരുന്നു. അത് ഞങ്ങൾ വളരെ താല്പര്യമുള്ളവരായിരുന്നു. അങ്ങനെ വള്ളം തുഴയാനും എടുക്കാനും ഒക്കെ ഞങ്ങളുടേതായ ലോകത്തിൽ ഞങ്ങൾ വലിയ വള്ളത്തിന് ഞങ്ങൾ ചുണ്ടൻവള്ളം എന്ന് പറയും, മറ്റുള്ള വള്ളങ്ങളും പറയും. അതിനകത്തൊക്കെ അല്പം പ്രാക്ടീസൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഇപ്പം ഞങ്ങളെല്ലാം അതിനകത്തൊന്നൊക്കെ വിട്ടുപോയി. പറഞ്ഞത് കുട്ടനാട് 6 മാസമേ ചെരുപ്പിടാൻ പറ്റുള്ളൂ സത്യം പറഞ്ഞ, അല്ലെങ്കിൽ ഷൂ അഴിച്ചിട്ട് ഷൂ കൈ പിടിച്ചുകൊണ്ട് നടക്കേണ്ട ഒരവസ്ഥയായിരുന്നു. അപ്പം പിന്നെ ഇവിടെ ഒക്കെ വന്ന് ഞാൻ കണ്ണ് ഇത് നിങ്ങൾ കണ്ടിട്ടില്ലേ എൻ്റെ ഈ കണ്ണ് ഇങ്ങനെ തള്ളുന്ന ഞാൻ അത് മേലോട്ടൊക്കെ നോക്കുന്നത്. അത് ഇതുകൊണ്ടാണ് എൻ്റെ കുട്ടിക്കാലത്ത് ഇങ്ങനെ ഈ കാർഷികൊക്കെ
കുട്ടനാട്ടിലെ ചെളിക്കകത്ത് കിടന്ന് ഞാൻ ഈ ബോംബെയിലൊക്കെ ചെല്ലുമ്പോ പേടിച്ചു പോയിട്ടുണ്ട്. എടാ ഇങ്ങനെയാണോ ലോകമെന്ന്. പിന്നെ മലയാളികളോട് ചോദിച്ചാൽ പറയും, എല്ലാരും പറയും. എനിക്ക് ഏതാണ്ട് തെക്കൻ തിരുവിതാംകൂറിലൊക്കെ ഒത്തിരി സ്ഥലങ്ങൾ അറിയാം, ഒത്തിരി സ്ഥലങ്ങൾ നല്ല പരിചയം. ആരോട് ചോദിച്ചാലും പറയും ഞങ്ങൾ അങ്ങ് വലിയ വീട്ടിലെയാണ്. ഞാൻ വലിയ വീട്ടിലെ ഒന്നുമല്ല, വേറൊരു ഒരു സാധാരണ കർഷക കുടുംബം. പിന്നെ ചെറുതായിട്ടങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ച് പണി ഒക്കെ ഉള്ള ചെറിയ ഒരു പട്ടിണി അടിക്കൊന്നും ആവശ്യം ഇല്ലായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ആർക്കും 5-6 സഹോദരങ്ങളുണ്ടായിരുന്നു. ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു. അതാണ് എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് എനിക്ക് എടുത്തു പറയാനുള്ളത്. ഇതിലെന്തെങ്കിലും അതിശയോക്തി ഉണ്ടെങ്കിൽ കേൾവിക്കാരങ്ങ് ക്ഷമിക്കുക. ഇല്ലായ്മക്കാരല്ലേ വലിയ പൊങ്ങച്ചം പറയത്തുള്ളൂ, ഉള്ളവര് താന്നല്ലേ പറയത്തുള്ളൂ. ഇതായിരുന്നു എൻ്റെ കുട്ടിക്കാലത്തിലെ എൻ്റെ നാട്, എൻ്റെ ദേശം. ഞാൻ ഓർക്കുന്നുണ്ട് നീലേറ്റുറത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് പാലം പണിയുന്നത്, എടത്തുവായിൽ പാലം പണിയുന്നത്, പുളുക്കി ഷുഗർ ഫാക്ടറിയോടുള്ള പാലം പണിയുന്നെല്ലാം ഞാൻ എൻ്റെ പ്രായത്തിന് മേളിലുള്ള സംഭവങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. ഞങ്ങളുടെ നാട്ടിലുള്ള വലിയ വമ്പന്മാരെന്നൊക്കെ പറയുന്നവരൊക്കെ എല്ലാവരും വലിയ വീട്ടിലെയാ. എനിക്കങ്ങനെ വലിയ വീടൊന്നും പറയാനില്ലെങ്കിലും സമൂഹത്തിൽ ഒരു പ്രതിസന്ധിക്കും ആവശ്യമുള്ള ആരുടെ അടുക്കലും പോയി കെഞ്ചേണ്ട ആവശ്യമൊന്നും കുട്ടിക്കാലത്തില്ലായിരുന്നു. അത് ഒരു അഹങ്കാരമാണോ ഒരു നന്മയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഈ ക്രിസ്ത്യ വേലയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് തിന്മയാണെന്ന് എനിക്ക് ഒരു പ്രായമായി തോന്നി. എല്ലാവരെയും ഈ അച്ഛനെന്നൊക്കെ പറയുമ്പോൾ ഔദാര്യം പറ്റുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായി, എനിക്ക് ജേക്കബ് തോമസ് എന്ന് പറയുന്ന എൻ്റെ അധ്യാപകനോടാണ് സെമിനാരി സണ്ണി അച്ഛൻ എന്ന് പറയുന്ന സുപ്രസിദ്ധ ഒരു പ്രസംഗികനുണ്ടല്ലോ, അദ്ദേഹം പറയും, എടോ ഞാൻ വൈകിട്ട് പോവുകയാണ് ഭിക്ഷാടനത്തിന്. എളുപ്പം വെച്ചാൽ ഞാൻ വൈകിട്ടത്തെ ഇതിന് ഭിക്ഷാടനത്തിന് പോവാന്ന്. പുള്ളിയുടേതായ ഒരു തമാശ രീതിയിലാണ് പറയുന്നെങ്കിലും പിന്നീട് എനിക്ക് മനസ്സിലായത്, ഓരോ പള്ളിയിൽ ചെല്ലുമ്പം അവിടുത്തെ ജനങ്ങളുടെ പൈസയാണ് ഞങ്ങൾക്ക് തരുന്നത്. അപ്പൊ അവർ പറയും, ഞങ്ങൾ പറയുന്നത് പോലെ കേട്ടാ മതി, ഞങ്ങൾ പറയുന്നത് പോലെ പ്രസംഗിച്ചാൽ മതി, അല്ലെങ്കിൽ നിലനിൽപ്പ് സത്യവുമാ. അതിനോട് മെരുങ്ങാൻ എനിക്ക് ഒത്തിരി സമയം എടുക്കേണ്ടി വന്നു. ഞാൻ പലതിനോടും ഒരു എതിർപ്പ് വിചാരിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞാലും മിനിസ്ട്രിയിൽ ഒരിക്കലും പരാജയം വന്നിട്ടില്ല. മിനിസ്ട്രിയിൽ നല്ല എത്ര എതിർപ്പ് വന്നാലും എങ്ങനെയും അറിയത്തില്ല ഒരിക്കലും. പിന്നെ ഒരാളുടെ ജീവിതത്തിൽ ഒരു കാര്യം ഞാൻ പറയാം, ഒരിക്കലും ഒരുത്തൻ്റെ ഒരു പൈസ എടുത്തെന്നോ മറിച്ചെന്നോ കണക്ക് പോയെന്നോ കണക്കില്ലെന്നോ ഒന്നും ആരും പറയാൻ എനിക്കിട വന്നിട്ടില്ല. അത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു സാക്ഷ്യമാണ്. പിന്നെ എനിക്കൊരു കാര്യമുണ്ട്, എനിക്ക് ഒത്തിരി വർഷങ്ങളായിട്ട് രോഗമുണ്ട്. അതുകൊണ്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവരുടെ സൗഖ്യത്തിന് വേണ്ടി. അതുകൊണ്ട് വെല്ലൂർ മെഡിക്കൽ കോളേജിലെ എൻ്റെ ജീവിതം എൻ്റെ സ്നേഹിതർക്കെല്ലാം എന്ന് പറഞ്ഞാൽ അന്നത്തെ ഡോക്ടർമാരും സ്നേഹിതരായിട്ടുള്ള ആളുകൾക്ക് വളരെ ഇഷ്ടത്തോടുകൂടി അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് പ്രവർത്തിക്കണം എന്ന്, അത് ഒത്തിരി ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മിറക്കിൾസ് പോലൊക്കെ കണ്ടിട്ടുണ്ട്. അതൊന്നും ഒരു കാര്യമല്ല പറഞ്ഞത്. അതുകൊണ്ട് കർത്താവ് കൈവിട്ടിട്ടില്ല. ഇപ്പോഴും ആ പ്രത്യാശയിൽ ഞാൻ വാർദ്ധക്യത്തിൽ ഇവിടെ ഹോസ്റ്റലിൽ താമസിക്കും. ഇത് ആവശ്യമുള്ള വയ്യാതെ പോരുന്നുണ്ട്. എനിക്ക് ഞങ്ങൾ 4 സഹോദരങ്ങളാണ്. ഞങ്ങൾ 3 പേര് ഇപ്പോൾ അമേരിക്കയിലുണ്ട്. ഞങ്ങളുടെ സഹോദരിയാണ് ഞങ്ങളെയൊക്കെ കൊണ്ടുവന്നത്. ഒരു സഹോദരന് തലവഴിയില് കുന്തിരിക്കല് താമസിക്കുന്നു. ബാക്കി ഞങ്ങൾ 3 പേരും ഉണ്ട് ഇവിടെ.
കുറെ ദൂരമാണ്. എൻ്റെ സഹോദരൻ എൻ്റെ വീടിനടുക്കലാണ്. ഞങ്ങൾ അടുത്തടുത്ത താമസിക്കുന്നത്. പിന്നെ ഞാൻ അറേഞ്ച്ഡ് മാരേജാണ്. ഞങ്ങള് ലീലാമ്മ എന്നാണ് അച്ഛമ്മയുടെ പേര്. അന്ന് കുവൈറ്റ് പുള്ളിക്കാരത്തി നേഴ്സായിരുന്നു വർഷങ്ങൾ. ശാരീരികമായ ക്ഷീണം അടിച്ചപ്പോഴാണ് മടങ്ങി വന്നത്. അതുവരെ കുവൈറ്റിലായിരുന്നു ജോലി. അതുകൊണ്ട് ഇങ്ങനെ ഈ പള്ളി സംബന്ധിച്ച കാര്യങ്ങളോ പബ്ലിക്കിൽ ഒരു ഓപ്പണിൽ വന്ന് സംസാരിക്കാനുള്ള ആ ഒരു പേഴ്സണാലിറ്റി അല്ല. വേറെ ഒരു ഹൗസ് മെയ്ഡ്, നല്ലൊരു കുടുംബിനി ആയിട്ട് ജീവിക്കും. ഞങ്ങളുടെ വീട്ടിലതുകൊണ്ട് വലിയ ശല്യമൊന്നുമില്ല. എനിക്ക് ഒരു മകനേ ഉള്ളൂ. അവൻ്റെ പേര് ക്രിസ്റ്റി എന്നാണ്. ക്രിസ്റ്റി എന്നാണ്. മറ്റേ മരുമകളുടെ പേര് വിജി എന്നാണ്. അവള് വെല്ലൂരിൽ നിന്നൊക്കെ ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് ഇവിടെ രണ്ടുപേർക്കും ജോലിയുണ്ട്. അവരുടെ കൂടെ ഞങ്ങൾ താമസിക്കുന്നു. ശുദ്ധിക്കായി നീ യേശു സമീപേയോ കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ പൂർണ്ണശ്രേയം ഈ നിമിഷം തൻ കൃപതന്നിൽ ശുദ്ധിയായോ നീ കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമമ്പോ നിഷ്കളങ്കമോ നീൻ അങ്ങേ കുളിച്ചോ കുഞ്ഞാട്ടേ രക്തത്തിൽ അനുദിന രക്ഷകൻ പക്ഷത്തോനി ശുദ്ധിയായി നടന്നിടുന്നതോ ക്രൂശേറിയ കർത്തനിൽ നിനക്കുണ്ടോ വിശ്രമം നാഴികതോറുമേ കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമമ്പോ നിഷ്കളങ്കമോ നീ അങ്ങേ കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ കർത്തൻ വാരാശോദാമോ ഏറ്റവും വെണ്മയായി കാണുമോ സ്വർഗ്ഗത്തിൽ വാസം ചെയ്തിടാൻ യോഗ്യപാത്രമോ തീരുമോ അന്നാളിൽ കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകൂ രക്തത്തിൽ ഹിമമ്പോ നിഷ്കളങ്കമോ നീ
കുളിച്ചു കുഞ്ഞാട്ടിൻ രക്തത്തിൽ പാപക്കാരോ ഏറ്റ അങ്കി നീക്കി കുഞ്ഞാട്ടിൻ രക്തത്തിൽ കുളിക്കാം ജീവനീ ഒഴുകുന്നു അശുദ്ധർക്കായി കുളിച്ചു ശുദ്ധിയായിടുക കുളിച്ചു കുഞ്ഞാട്ടിൻ ആത്മാശുദ്ധി നൽകൂ രക്തത്തിൽ ഹിമമ്പോൾ നിഷ്കളങ്കമോനെ ആകെ കുളിച്ചു കുഞ്ഞാട്ടിൻ രക്തത്തിൽ. ഓർമ്മയ്ക്കായിട്ട് 42 വർഷം മുമ്പ് ഇദ്ദേഹം ഓർത്തഡോക്സ് ആര്യാണ്. അപ്പം CSIയിലെ ഒരു പാഠപുസ്തകം 42 വർഷങ്ങൾക്ക് മുമ്പേ ഇന്നും അത് ഭദ്രമായിട്ട് സൂക്ഷിക്കും. ഇപ്പൊ എന്നെക്കാട്ടിലും കൂടുതൽ പാടാനും പാട്ടും അറിയുകയും ചെയ്യാം, പാടാനും അറിയാം. ഞങ്ങളുടെ വീട്ടിൽ എന്നും കുടുംബ പ്രാർത്ഥനയുണ്ട്. ഈ പുസ്തകമാണ് ഞങ്ങൾ ഇത്രയും വർഷമായിട്ട് ഉപയോഗിക്കുന്നത്. ഈ പുസ്തകം ഞങ്ങളുടെ ഒരു സാക്ഷ്യമാണ്. അങ്ങനെ ചിലർക്ക് ചില മെമ്മറിക്ക് ഓരോ കാര്യങ്ങളുണ്ട്. മറ്റെല്ലാം ഇങ്ങനെ യാത്രാ മധ്യേ നഷ്ടപ്പെട്ട് ഈ ഡയസ്പോറ ലൈഫില് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയി. ഒരിടത്തുനിന്ന് ട്രാൻസ്ഫർ, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു. പക്ഷെ നഷ്ടപ്പെടാതെ ഒരു കാര്യമുണ്ട്, കർത്താവിൻ്റെ ഈ ബൈബിളും ഈ പാഠപുസ്തകവും അത് വളരെ നിധിയായിട്ട് പ്രിയപ്പെട്ടവള് സൂക്ഷിക്കുന്നു. അത് വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് ബൈബിളും, CSIക്കാരാണേലും ഞാൻ പാഠപുസ്തകം പറയത്തുള്ളൂ, നമ്മുടെ ആരാധനക്രമവും അവരവരുടേതായി സ്വന്തമായി പള്ളിയിലെ എന്തിന് നമ്മുടെ കയ്യിലിരിക്കുമല്ലോ, നമ്മുടെ വണ്ടിയിലൊക്കെ കൊണ്ടുപോകാൻ. ഇന്നിപ്പം വണ്ടിയില്ലാത്ത കേരളത്തിലോ അമേരിക്കയിലോ ഒരു ആളോ പോലില്ല വണ്ടി. ഒന്ന് വേണമെങ്കിൽ നിങ്ങൾ വല്ല ഉന്തുവണ്ടിയിലോ വല്ലോ ഒന്ന് കൊച്ചുങ്ങളെ വെക്കുന്നത് വെച്ചാൽ പള്ളിയിലെ പുസ്തകം എന്തിനാ? നീ നമ്മുടെ സ്വന്തമായ പുസ്തകം, സ്വന്തമായ വചനങ്ങൾ, സ്വന്തമായ വാക്യങ്ങൾ, സ്വന്തമായ അനുഭവങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ, ട്രെയിനിൽ എനിക്ക് ഉണ്ടായ അനുഭവം, അതിനകത്തൊരു കാര്യമുണ്ട്. അന്ന് 13-ാം തീയതി രാത്രിയിൽ ബെൽഗാം റെയിൽവേ സ്റ്റേഷനെ കയറ്റിവിടുമ്പോൾ തോമസ് ഊട്ടി എന്ന് പറയുന്ന ഈ CA-കാരൻ, അദ്ദേഹം മൂവാറ്റുപുഴ ശാന്തിയും ഗ്രൂപ്പിൽപ്പെട്ട ഒരാളാണ്. മറിയപ്പള്ളി, ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടുപേര് പറയുന്നില്ല, അദ്ദേഹത്തിന്റെ അനുവാദം വേണം. ഒരു റിച്ച് ഫാമിലി. അപ്പം വെളിയിൽ പറയുന്നതൊന്നും ശരിയല്ല. ഞങ്ങൾ അത്രയും പ്രാർത്ഥനാ ജീവിതത്തിലായിരുന്നു എന്ന് പറയുമ്പോൾ അത് തെറ്റാ. നല്ലത് പറഞ്ഞാലല്ലേ പ്രയാസമുള്ളൂ. അപ്പൊ ഞാനിപ്പോ അത് പറയുന്നില്ല. അന്ന് അദ്ദേഹം ബൈബിള് തുറന്നൊരു വാക്യം വായിച്ചു, ഈ കോർഡറിൽ നിന്നുകൊണ്ട്. യഹോവ ശപിക്കാത്തവനെ ആർ ശപിക്കും, യഹോവ പ്രാകാത്തവനെ ആർ പ്രാകും. ഇത് നമ്പേഴ്സിലുള്ള ഒരു ഭാഗമാണ്. ആ രാത്രിയിലാണ് എൻ്റെ ജീവിതത്തിലെ എന്നെ എബൌട്ട് ടേൺ അടുപ്പിച്ചതും പിന്നീട് എൻ്റെ സ്നേഹിതന്മാരെന്നെ ഈ വേലയിലേക്ക് നിർബന്ധിച്ചാക്കി. അതിനകത്ത് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ബഹുമാനപ്പെട്ട ഡേവിഡ് ജോൺ തമ്പാൻ എന്നെ ഒത്തിരി സുവിശേഷ വേലയിൽ സഹായിച്ചിട്ടുണ്ട്, കൊണ്ടു നടന്നിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ മാവേലിക്കരയിൽ താമസിക്കുന്ന സി മിഷന്റെ പ്രവർത്തകനായി അദ്ദേഹം ഏതാണ്ട് വാർദ്ധക്യത്തിന്റെ പടിയിലൊക്കെ നടന്നു വരുന്നു.
സി മിഷന് ഞാൻ എടുത്തു പറയേണ്ട ഒരാളാണ്. എൻ്റെ ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും വലിയ. രണ്ടാമത്തേത് ഈ ജേക്കബ് തോമസ് അച്ഛൻ വളരെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്, ഇപ്പോഴും സ്വാധീനിക്കുന്നു. എൻ്റെ ഒരു വലിയ പ്രാർത്ഥന സുഹൃത്തുണ്ട്, ബോംബെയിലാണ്. അദ്ദേഹം ഒരു എഞ്ചിനീയറാണ്. എൻ്റെ ഈ കിടക്കയിലൊക്കെ രാത്രി മുഴുവനും വിളിച്ച് 1-1.5 മണിക്കൂർ എന്നെ ബൈബിള് വായിച്ച് കേൾപ്പിക്കും. പാട്ടുപാടും, മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിക്കും. എൻ്റെ എല്ലാ രോഗശൈലിയിലും എന്നോട് കൂടെ ഉള്ള ഒരു സ്നേഹിതന്. ഇന്നും ഈ സമയത്താണ് ഞങ്ങൾ ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആണ് പുള്ളി എന്നെ വിളിക്കുന്നത്. അല്ലെങ്കിൽ ഇന്നും ഉണ്ടായിരുന്നു. പുള്ളി വിളിക്കും, ഞങ്ങൾ പ്രാർത്ഥിക്കും, അതിൻ്റെ സൗഖ്യം. അതുകൊണ്ട് പുസ്തകത്തിന്റെ വില, നമ്മൾ ഓരോ കാലങ്ങളിലും, എൻ്റെ ഏറ്റവും വലിയ കുറിവാക്യം അതല്ലെങ്കിൽ തന്നെ കേൾക്കണോ നിങ്ങൾക്ക് രസമുള്ളൊരു കാര്യം, എല്ലാവരെയും ദൈവം വിളിച്ചെന്ന് പറയുന്ന സമയത്ത് എനിക്കാരെയും വിളിച്ചതിനോ തെറ്റോ ഒന്നോ എനിക്ക് പറയാനില്ല. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ അതൊന്നും ഒരു വിഷയമല്ല. അത് ഇന്നെല്ലാം ഒരു പ്രത്യേക രീതിയിൽ ലോകം കാണുന്നതുകൊണ്ട് എൻ്റെ ദൈവത്തിനെ അപമാനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം ഞാൻ മറക്കാതെ പറയാം. ചില വാക്യങ്ങൾ നമ്മുടെ പ്രായത്തിലൊക്കെ നമ്മുടെ ഉപയോഗിച്ചിരുന്ന ആ ബൈബിള്, അത് നമ്മുടെ ഒരു എന്താണ് അതിന് പറയേണ്ടത്, ജീവാത്മാവും പരമാത്മാവും ആണ്. അത് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം അത് ഓർക്കണം, അത് ഉപയോഗിക്കണം. നിങ്ങളെല്ലാവരും ദൈവമക്കളാണ്, എന്നിലും ശ്രേഷ്ഠരാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി, സർവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എനിക്ക് സ്വഭാവ വലിയ വ്യത്യാസം ഒന്നുമില്ല, ഒരു സ്വഭാവ വ്യത്യാസവും ഇല്ല. വെല്ലൂർ മെഡിക്കൽ കോളേജിൽ രോഗികളെ കൊണ്ടുവരുമ്പോൾ അവൻ ഇന്ന ജാതിക്കാരനൊന്നുമില്ല, ഇന്ന രോഗം എല്ലാവർക്കും ഒരേ മരുന്ന്. എല്ലാവരും വേദനപ്പെട്ട് വരുമ്പോൾ അതുകൊണ്ട് നമ്മുടെ സഭയൊക്കെ വേണം, ഒരു കമ്മ്യൂണിറ്റി വേണം. എപ്പോഴും എനിക്ക് പറയാനുള്ളത്, പാട്ട് പഠിക്കണം, അറിയാവുന്ന വിധത്തിൽ പാടിയാൽ മതി. ഈ രോഗക്കിടക്കൊക്കെ വന്നാലേ ആരും കാണത്തില്ല കൂടെ. ആ സമയത്ത് രോഗക്കിടകയിൽ സൗഖ്യമാണെന്നൊക്കെ ഒന്ന് പാടി ഒരു വാക്ക് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും സൗഖ്യം പൂർണ്ണമല്ലെങ്കിൽ തന്നെയും വലിയൊരു വിടുതൽ ലഭിക്കും. ആ ഒരു സാക്ഷ്യം ഞാൻ എൻ്റെ ജീവിതത്തിലെ കഴിഞ്ഞ 34-ാമത്തെയോ 33-ാമത്തെയോ വയസ്സിൽ എനിക്ക് സ്ട്രോക്ക് വന്ന കാര്യം ഞാൻ ഓടിച്ചു പറഞ്ഞു. അവിടെ നിന്ന് ദൈവം എന്നെ ഇവിടം വരെ, ആ സ്ട്രോക്കിന്റെ ട്രീറ്റ്മെന്റ് ഇപ്പോഴും, ആ സ്ട്രോക്കിന്റെ ട്രീറ്റ്മെന്റ് ആണ് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിനെക്കാട്ടിലും കൂടുതൽ എനിക്കിപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് വന്നാലും നമ്മുടെ നാഥനെ കരങ്ങളിൽ മുറുകെ പിടിക്കാം. എന്നെ കേൾക്കുന്നവരെല്ലാവരും സമ്പന്നരാണ്, കുഞ്ഞുങ്ങൾ സമൃദ്ധിയിലാണ്. ഇതൂടെ ഒരു ഭജനം കൂടെ അവർക്ക് കൊടുക്കാൻ നിങ്ങളെയും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ഞങ്ങളുടെ വചനം, ഞങ്ങളുടെ പഴയ വേദപുസ്തകം ഞങ്ങൾക്ക് നിധിയാണ്. അത് നിങ്ങൾക്കും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നോക്കാം. ഞാൻ ഇന്ന് വരെയും ഇങ്ങനെ ക്യാമറയ്ക്ക് മുമ്പില് പോസ് ചെയ്തിട്ടില്ല. കാര്യം എൻ്റെ ജീവിതം അധികം അറിയണമെന്ന് എനിക്ക് താല്പര്യം വാസ്തവത്തിലില്ല. ഒത്തിരി പേർക്ക് എന്നെ അറിയാം അല്ലാതെ തന്നെ. അതുകൊണ്ട് ഞാൻ പറയും ഇതുകൊണ്ട് മതിയെന്ന് വിചാരിച്ച. പക്ഷേ ഹൂസ്റ്റൺ വോയിസ് എന്ന ഈ യൂട്യൂബ് ചാനൽ ആവുന്നത്ര ക്രിസ്ത്യൻ പ്രോഗ്രാമുകളും ഇതുപോലെ പ്രായമായിരിക്കുന്നവര്, അല്ലാത്തവര്, യുവാക്കള്, യുവതികള് എല്ലാവരുടെയും സമീപിച്ച് അവരുടെ ജീവിതാനുഭവങ്ങളെ പ്രത്യാശയുടെ വഴികളിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഈ മീഡിയ പ്രിയപ്പെട്ട സന്നി ഉമ്മൻ ഉപയോഗിക്കുന്നു. തൻ്റെ ആരോഗ്യകരമായ പ്രയാസങ്ങളിലൊക്കെ താൻ അതൊന്നും വകവെക്കാതെ ഈ തനിക്ക് ചെയ്യാവുന്ന ഒരു മിനിസ്ട്രി ആയിട്ട് ചെയ്യുന്നു. കഴിഞ്ഞ 1 വർഷം കൂടെ നാഥൻ നമ്മളെ നടത്തിയിരിക്കുകയാണ്.
ഇതിപ്പോൾ ഇന്ന് 23-ാം തീയതിയാണ്. ഇന്ന് 23-ാം തീയതി, ഡിസംബർ 23-ാം തീയതിയാണ്. ഞാനും ബഹുമാനപ്പെട്ട സെന്നിയും അവരുടെ കുടുംബവും സെന്നിയുടെ സഹപ്രവർത്തകരും കുടുംബവും ഞാനും ഞങ്ങളുടെ കുടുംബവും എല്ലാവർക്കും 2025 ഒരു അനുഗ്രഹിക്കപ്പെട്ട പുതിയ വർഷം ക്രിസ്തുവിന്റെ നാമത്തിൽ നേരുന്നു. കഴിഞ്ഞ വർഷം നടത്തിയ ദൈവം മേലെ ഇതുവരെ ശുഭമായി നടത്തിയവൻ ഇനിമേലും നടത്തിയിടുമേ. നിങ്ങൾക്കെല്ലാവർക്കും പുതുവർഷത്തിന്റെ എല്ലാ ആശംസകളും നേരുന്നു.